മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ ഫിനാൻസ് DGM ഹാജരായി മറുപടി നൽകാമെന്ന് കിഫ്ബി ഹൈക്കോടതിയിൽ. ഈ മാസം 27-28 തീയതികളിൽ ഇഡിക്ക് മുന്നിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകാനായി കോടതി ഇടക്കാല ഉത്തരവിറക്കി. അറസ്റ്റ് ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ മാർച്ച് 7-ലേക്ക് മാറ്റി. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ കിഫ്ബി ഫിനാൻസ് DGM അജോഷ് കൃഷ്ണകുമാർ ഈ മാസം 27-28 തീയതികളിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സിഇഒയ്ക്ക് പകരം DGM ഹാജരാകുമെന്ന കിഫ്ബിയുടെ മറുപടി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി. അറസ്റ്റ് ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മൊഴി രേഖപ്പെടുത്തൽ വീഡിയോയിൽ പകർത്തണം. ഈ ഘട്ടത്തിൽ കിഫ്ബി DGM ഹാജരാകുന്നതിൽ എതിർപ്പില്ലെന്നായിരുന്നു ഇഡിയുടെ മറുപടി. പക്ഷേ തോമസ് ഐസക് ഹാജരായേ മതിയാകുമെന്ന് ഇഡി കർശന നിലപാടെടുത്തു. മസാല ബോണ്ട് ഇടപാടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഐസക്കിനറിയാം. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകില്ല. മസാല ബോണ്ട് ഇടപാടിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം ഫണ്ടുകൾ വിനിയോഗിച്ചു. മസാല ബോണ്ട് ഇടപാടിലെ വിവരങ്ങൾ അറിയാവുന്ന ആളായ ഐസക് അന്യഗ്രഹ ജീവിയൊന്നും അല്ലല്ലോ എന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കി. കിഫ്ബി സിഇഒയ്ക്ക് ഹാജരായിക്കൂടെ എന്ന് കോടതി ചോദ്യം ഉന്നയിച്ചെങ്കിലും DGM ഹാജരാകട്ടെ എന്ന് സിഇഒ ഇപ്പോൾ ഹാജരാകേണ്ടതില്ലെന്നുമായിരുന്നു ഇതിന് കിഫ്ബിയുടെ മറുപടി. അതിനിടെ വിവരങ്ങൾ മാത്രമാണ് ഇഡി ചോദിക്കുന്നതെന്ന് ഐസക്കിനോട് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു. വിവരങ്ങൾ അറിയില്ലെങ്കിൽ അതും പറയാമല്ലോ എന്നായിരുന്നു ഐസക്കിനോട് കോടതി ഓർമ്മിപ്പിച്ചത്. എല്ലാ രേഖകളും കിഫ്ബിയുടെ പക്കലാണുള്ളതെന്നും തനിക്ക് കൂടുതലൊന്നും നൽകാനില്ലെന്നുമായിരുന്നു ഐസക്കിന്റെ മറുപടി. തുടർന്ന് ഐസക്കിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി മാർച്ച് 7-ന് വീണ്ടും പരിഗണിക്കും. ഇഡിയുടെ റിപ്പോർട്ടും കോടതി തേടിയിട്ടുണ്ട്. ജനം, കൊച്ചി.